ഗൾഫ് നാടുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ ഷെയ്ഖുമാർ തമ്മിലുള്ള ഗാഠമായ സൗഹൃദവും ഐക്യവുമാണ്. പക്ഷേ ആ തിളക്കമുള്ള മുഖപടത്തിന് പിന്നിൽ ഇപ്പോൾ ഒരു വലിയ വടംവലി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു കാലത്ത് ഗുരുവും ശിഷ്യനും എന്ന് അറിയപ്പെട്ടിരുന്ന സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ന് ചെങ്കടലിന്റെ ആധിപത്യത്തിന് വേണ്ടി നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ബോസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഈ ഒരു പോരാട്ടം വെറും ഒരു ഈഗോ ക്ലാഷ് അല്ല, മറിച്ച് ലോക വ്യാപാര പാതകളെ നിയന്ത്രിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും തമ്മിലുള്ള ഈ ബിഗ് ഗെയിം എങ്ങനെയാണ് ഗൾഫിന്റെ ഭാവിയെ ബാധിക്കുന്നത് പരിശോധിക്കാം. സംഗതി തുടങ്ങുന്നത് യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നാണ്. ഹൂതികൾക്കെതിരെ ഒന്നിച്ചു പോരാടിയ ഇവർ ഇന്ന് യമനിൽ രണ്ട് തട്ടിലാണ്. സൗദി അറേബ്യ ഒരു ഏകീകൃത യമനും അതിലൂടെ തങ്ങളുടെ തെക്കൻ അതിർത്തിയുടെ സുരക്ഷയും ആഗ്രഹിക്കുമ്പോൾ UAEയുടെ ശ്രദ്ധ യമന്റെ തെക്കൻ തീരങ്ങളിലായിരുന്നു. അതായത് സൗദിക്ക് വേണ്ടത് തങ്ങളുടെ അതിർത്തി സുരക്ഷിതമായി ഇരിക്കുക എന്നതാണ്. എന്നാൽ UAEയുടെ കണ്ണ് യമനിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലാണ്. ഏഡൻ ഉൾക്കടലും ചെങ്കടലും ഇവ രണ്ടിലെയും കടൽപാതകൾ കൈക്കലാക്കി ലോക വ്യാപാരത്തിന്റെ ചാലക ശക്തിയാകാനാണ് UAE ശ്രമിക്കുന്നത്. സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ STCയെ പിന്തുണച്ചുകൊണ്ട് യമന്റെ തെക്കൻ മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് സൗദിയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ സ്വാധീന മേഖലയിൽ UAE ഇങ്ങനെ വേരുറപ്പിക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സൗദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അടുത്തിടെ യമനിലെ ചില മേഖലകളിൽ സൗദി നടത്തിയ വ്യോമാക്രമണം പോലും UAEയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള പരോക്ഷമായ താക്കീതായിരുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. 2025 അവസാനത്തോടെ ഹലർമൌത്ത് പോലുള്ള എണ്ണ സമ്പന്നമായ മേഖലകളിലേക്ക് STC കടന്നു കയറിയത് സൗദിയെ പ്രകോപിപ്പിക്കുകയും അവർ വ്യോമാക്രമണത്തിലൂടെ നേരിട്ട് തിരിച്ചടിക്കുകയും ചെയ്തത് ഈ വടംവലിയുടെ തീവ്രത വെളിപ്പെടുത്തുന്ന ഒന്നാണ്. കളി കടലിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്ന ചെങ്കടലിൽ ആധിപത്യം ഉറപ്പിക്കാൻ രണ്ടുപേരും മത്സരിക്കുകയാണ്. ബാബൽ മന്ദബ് കടലെടുക്ക് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും മത്സരവേദിയാണ്. ചെങ്കടലിനെ വെറും ഒരു കടൽ പാതയായിട്ടല്ല, മറിച്ച് വരും കാലത്തെ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ നട്ടെല്ലായിട്ടാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. UAEയുടെ സ്ട്രിംഗ് ഓഫ് പോർട്സ്, അതായത് തുറമുഖങ്ങളുടെ ശൃംഖല എന്ന നയം ഇതിന്റെ ഭാഗമായിട്ടാണ്. എറിത്രിയയിലെ സൈനിക താവളങ്ങളും സുമാലിയ ലാൻഡിലെ ബർബറി തുറമുഖത്തെ നിക്ഷേപങ്ങളും വഴി കടൽപാതകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. മറുഭാഗത്ത് സൗദി അറേബ്യ തങ്ങളുടെ വിഷൻ 2030യുടെ ഭാഗമായി ചെങ്കടൽ തീരത്തെ ഒരു ടൂറിസം ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റാനുള്ള കഠിന ശ്രമത്തിലാണ്. UAEയുടെ സാന്നിധ്യം തങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് തടസ്സമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ തർക്കം ഇപ്പോൾ സൊമാലിയ വരെ എത്തി. സൊമാലിയയുടെ പരമാധികാരത്തെ മാനിക്കാതെ UAE ചില കരാറുകളിൽ ഏർപ്പെട്ടപ്പോൾ സൗദി ഉടനെ സൊമാലിയയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇതോടെ സമുദ്ര സുരക്ഷയുടെ പേരിൽ ചെങ്കടലിന്റെ ആഫ്രിക്കൻ തീരങ്ങളിലും സൗദിയും UAEയും രണ്ട് ചേരികളായി മാറി. ഈജിപ്തിനെയും സൊമാലിയയും കൂട്ടി സൗദി പുതിയൊരു സൈനിക സഖ്യം ഉണ്ടാക്കുന്നത് UAE ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണെന്ന് സാരം. ഈ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം വലിയൊരു വഴിത്തിരിവാണ്. എബ്രഹാം കരാറിലൂടെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ച UAE ആ ബന്ധത്തെ സമുദ്ര സുരക്ഷയ്ക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് ചെങ്കടലിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്നത് സൗദിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സൊമാലിയ ലാൻഡിൽ ഇസ്രായേൽ നൽകുന്ന അംഗീകാരവും അവിടെ UAE നടത്തുന്ന നിക്ഷേപങ്ങളും ചേർന്ന് പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നുവെന്ന തോന്നൽ റിയാദിലുണ്ട്. ഇസ്രായേലുമായി പരസ്യമായി ബന്ധം സ്ഥാപിക്കുന്നതിന് പലസ്തീൻ പ്രശ്നം ഒരു തടസ്സമായി നിൽക്കുന്ന സൗദിക്ക് UAE ഇത്തരത്തിൽ ഇസ്രായേലുമായി ചേർന്ന് മുന്നേറുന്നത് തങ്ങളുടെ പ്രാദേശിക നേതൃസ്ഥാനത്തിന് വെല്ലുവിളിയായി അനുഭവപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങൾക്കും അപ്പുറം വലിയൊരു സാമ്പത്തിക മത്സരവും ഇവിടെ നടക്കുന്നുണ്ട്. ഗൾഫിലെ വ്യാപാര കേന്ദ്രമെന്ന നിലയിലുള്ള ദുബായിയുടെ പദവി ഇല്ലാതെയാക്കി റിയാദിനെ ആ സ്ഥാനത്ത് എത്തിക്കാനാണ് മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര കമ്പനികളുടെ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്ന നിർബന്ധം ഇതിന്റെ ഭാഗമായിട്ടാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രീതി മാറ്റി രണ്ടു രാജ്യങ്ങളും ഒരേ മേഖലകളിൽ നിക്ഷേപം നടത്താൻ തുടങ്ങുന്നത് സ്വാഭാവികമായും മത്സരത്തിന് വഴിവെക്കുന്നു. തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാരം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ UAEയേക്കാൾ വലിയൊരു വിപണിയായി മാറാനാണ് സൗദി ലക്ഷ്യമിടുന്നത്. ഗൾഫ് മേഖലയുടെ ഭാവി ഈ രണ്ട് സഹോദര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വടംവലിയിൽ നിർണ്ണയിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പരസ്പര സഹകരണത്തിന്റെ കാലം കഴിഞ്ഞ് മത്സരത്തിന്റെയും ആധിപത്യത്തിന്റെയും പുതിയൊരു അധ്യായം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മത്സരം പശ്ചിമേഷ്യയിൽ കൂടുതൽ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുമോ അതോ ക്രിയാത്മകമായ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. പഴയ കാലത്തെ പോലെ സൗദിയുടെ ഇളയ സഹോദരനായി തുടരാൻ UAE തയ്യാറല്ല എന്ന യാഥാർത്ഥ്യം ഗൾഫ് രാഷ്ട്രത്തിലെ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്.
മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ലോകശക്തികൾക്കും ഈ വടംവലിയിൽ പക്ഷം ചേരുക എന്നത് വലിയൊരു നയതന്ത്ര പരീക്ഷണമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അറേബ്യൻ മണലാരണ്യത്തിൽ ഇപ്പോൾ വീശുന്നത് വെറും ഒരു മണൽക്കാറ്റല്ല, മറിച്ച് വലിയൊരു മാറ്റത്തിന്റെ കാറ്റാണ്. ലോകത്തിന്റെ പവർ സെന്ററുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ കടിഞ്ഞാൻ ആരുടെ കയ്യിലിരിക്കുമെന്ന കാര്യത്തിൽ വലിയൊരു ക്ലാഷ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാലത്ത് കൈകോർത്തു പിടിച്ച് നടന്നവർ ഇന്ന് നേർക്കുനേർ കൊമ്പ് കോർക്കുന്നത് കാണുമ്പോൾ ഒന്ന് വ്യക്തമാണ്: അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമായ ശത്രുക്കളുമല്ല, മിത്രങ്ങളുമല്ല, താല്പര്യങ്ങൾ മാത്രമാണ് പ്രധാനം. സൗദിയുടെ പാരമ്പര്യമാണോ അതോ UAEയുടെ മോഡേൺ വേഗതയാണോ ഈ മത്സരത്തിൽ ജയിക്കുക? അതോ ഈ രണ്ട് വമ്പന്മാരും ചേർന്ന് ലോകത്തിന് പുതിയൊരു മാതൃക കാണിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.